നമസ്കാരം. നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്തൊരു കാര്യമുണ്ട്, നാഗങ്ങളെക്കുറിച്ച്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിരുന്നു. കാലടിയിലുള്ള ഒരു നല്ല ഡോക്ടറാണ്. അദ്ദേഹം വേറെ ഒന്നുമല്ല, എന്നെ വെറുതെ കാണാനായിട്ട് വന്നതാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പൂർവികർ നാഗങ്ങൾ, വിഷങ്ങൾ, നാഗത്തിനെ വിളിച്ചു വരുത്തി വിഷം കൊടുത്തിരുന്നവരായിരുന്നു. ഇദ്ദേഹം നല്ല ആയുർവേദ ഡോക്ടറാണ്. വെറുതെ എന്നെ കാണാനായിട്ടൊന്നും ഒരു കാര്യമുള്ള പൂജയോ മന്ത്രമോ തന്ത്രമോ ഒന്നും അറിയ പോലും വേണ്ട, അദ്ദേഹത്തിന് എന്നെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ ഞാൻ വാവ സുരേഷിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഈ പൂർവികമായിട്ടുള്ള ഇദ്ദേഹം വളരെ മിടുക്കൻ ഡോക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ സ്കിന്നിന് വിഷയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് കാല് കാണിച്ചു തന്നു. അപ്പം ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് കറുത്ത പുള്ളികൾ അല്ലെങ്കിൽ കറുത്ത സ്കിന്നിന് വ്യത്യാസം വരുന്നത്, ഈ ഒരു നാഗം കുത്തുന്നെങ്കിൽ, ഒരു നാഗം ഒരാളെ കുത്തണമെങ്കിൽ ആ നാഗം കുത്തി മരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതിന് പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരാൾ നാഗം കൊത്തി മരിക്കും എന്നൊരു ജ്യോത്സ്യം പറഞ്ഞു. അപ്പോൾ അത് എനിക്കതങ്ങനെ വിശ്വാസമുള്ള ആളല്ല, എന്നെ ഇങ്ങനെ സംഭവിക്കില്ല. പക്ഷേ ഇത് കൊത്തും, ഇയാൾ ഈ നാഗത്തിനെ കൊത്തുന്ന ഈ ആൾക്കാർ പറയുന്ന സമയത്തേക്ക് വരുമ്പോഴെല്ലാം തന്നെ ഇദ്ദേഹത്തിന് ഉറക്കത്തിൽ ഇദ്ദേഹത്തിൻ്റെ കാലിൽ നാഗം കുത്തുന്നതായിട്ട് സ്വപ്നം കാണും. അങ്ങനെ ഇയാൾ കാല് വലിച്ചെടുക്കും. കാല് വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇയാളുടെ തലയിൽ പാമ്പ്, കഴുത്തിൽ വീണിട്ട് പാമ്പ് കുത്തുന്നതായിട്ട് കാണും. അയാൾ വലിയ പരിഭ്രാന്തിയായി. എനിക്കറിയാവുന്ന ഒരു വലിയ തന്ത്രമാന്ത്രിക ശാസ്ത്രവുമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലത്ത് ചെന്നു. ഞാനിങ്ങനെ പതിവായി സ്വപ്നം കാണുകയാണ്. അപ്പോൾ അവർ രാശി നോക്കിയിട്ട് പറഞ്ഞു, വിഷം തൊട്ടുള്ള മരണം താങ്കൾക്കുണ്ട്, ഇന്ന ദിവസം അപ്പുറത്തോട്ട് പോകില്ല. അങ്ങനെ പറയുന്നവരൊന്നും ഇപ്പം ഇല്ല. ഈ അങ്ങനെ ഒരു ഗ്രഹനിലകൾ വന്ന് ഗ്രഹങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്, അതുകൊണ്ട് താങ്കൾക്ക് വിഷം തൊട്ട് മരിക്കാനുള്ള യോഗം കിടക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ മണ്ണാറശാലയോ പിന്നെ എവിടെയെങ്കിലും ഈ ക്ഷേത്രങ്ങളുണ്ടല്ലോ, അവിടെ പോയി എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തിൽ നാഗ വഴിപാടുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നമുക്കൊരു ഈ ഏറ്റവും വലിയ അബദ്ധങ്ങൾ, നമ്മുടെ പണ്ട് കാലത്ത് ആൾക്കാർ വിഗ്രഹങ്ങൾ, തെക്ക് ഭാഗത്ത് കാരണവന്മാർ കുലത്തിൻ്റെ വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, വംശം നിലനിർത്താൻ വേണ്ടി നാഗങ്ങളെ വെച്ചിരുന്ന നാഗങ്ങളെയൊക്കെ എടുത്ത് വസ്തുവിന് വില കിട്ടും എന്ന് വിചാരിച്ച് ഇതിനെയൊക്കെ എടുത്ത് ഞങ്ങളത് ആവാഹിച്ച് അവിടെ മണ്ണറശാല കൊണ്ടുപോയി വെട്ടിക്കോട് നാഗരാജക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു എന്നൊക്കെ പറയുന്ന അബദ്ധങ്ങൾ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വീട് നമ്മൾ വെച്ചാൽ, ഞാൻ പുതിയ വീട് വയ്ക്കും ആൾക്കാർ, എന്നിട്ട് മഹാദോഷ ദുരിതങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരും. അപ്പം ചോദിക്കും, അവിടെ പണ്ട് ഇങ്ങനൊരു വീടുണ്ട്. എന്നെ കേൾക്കുന്നവർ കേട്ടാൽ അറിയാം, എൻ്റെ അടുത്ത് വരുന്നവർ ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ അവിടെ ഇങ്ങനൊരു വീടുണ്ടായിരുന്നു, ഇവിടെ പശുവിൻ്റെ ഒരു തൊഴുത്തുണ്ടായിരുന്നു, ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്തു? അതൊക്കെ ഞങ്ങൾ ഇടിച്ചു കളഞ്ഞു. ഇടിച്ച് കളയുമ്പോൾ തന്നെ ഇതിൻ്റെ തെക്കു ഭാഗത്തൊരു കാവ്. ആ കാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇതൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ വരാറുണ്ട്. അവിടെ പാമ്പിൻ്റെ നാഗത്തിനെ എടുത്തുകൊണ്ട് പോയി വെച്ച് അവിടെ വീട് വെച്ച് സ്കിന്നിന് പ്രശ്നങ്ങൾ വന്ന്, ആ രോഗദുരിതങ്ങൾ വന്ന്, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട്, സന്താനങ്ങൾക്ക് വൈകല്യങ്ങൾ വന്ന്, അത് 100% ഈ ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾക്കകത്ത് എൻ്റെ ഒരു പഠനമാണത്. അത് സംഭവിച്ചിരിക്കും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇദ്ദേഹം അത്രയും ദിവസം, അപ്പം വൈകുന്നേരം 5:30 വരെ ഈ പാമ്പ് കൊത്തി ഇന്ന സമയത്ത് ഇന്ന ദിവസം, ഇന്നത്തെ പൗർണമിക്കോ അമാവാസിക്കോ നിങ്ങളെ പാമ്പ് കൊത്തി പാമ്പ് കൊത്തിയിരിക്കും എന്ന് തന്നെ പറയും. ഞാൻ പണ്ട് എൻ്റെ കൂടെയുള്ള വേണു സാറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിനെ പാമ്പ് കൊത്തി രക്ഷപ്പെട്ടു. ഒരുപാട് ആ ഒരു എപ്പിസോഡ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിന് തുറന്ന ജീപ്പുണ്ട്. ഇദ്ദേഹം വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പുള്ള 6 മണി കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് മരണമൊന്നുമില്ല, ഇനി എനിക്ക് വിഷം തൊടാണ്ട ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ഈ തുറന്ന ജീപ്പൊക്കെ എടുത്ത് ആഹാഹാ എന്ന് പറഞ്ഞ് പോകുമായിരുന്നു. ഒരു പകുതി ചാത്ത ഒരു പാമ്പിനെ കൊണ്ട് ഒരു പരുന്ത് മോളിൽ കൂടെ പറക്കുകയായിരുന്നു. അത് പിടിവിട്ട് നേരെ വന്ന് ഇദ്ദേഹത്തിൻ്റെ തലയിൽ വീണു. ഓൺ ദ സ്പോട്ടിൽ തീർന്നു എന്നാണ് പറയാം. നാഗത്തിൻ്റെ കാര്യത്തിനകത്ത് ഇതൊരു വ്യത്യാസമേ ഇല്ല. പാമ്പ് കൊത്തും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് എങ്ങനെയും കൊത്തിയിരിക്കും. കൊത്തി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ഇത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. ഒരാൾ മനോരമയിൽ പണ്ടൊരു മനോരമ പത്രത്തിൽ ഈ നാഗക്കൊത്തി മരിക്കുന്നവരെ കുറിച്ചൊരു വലിയ സർവേ വന്നു. അതിൽ ഒരു എണ്ണം എനിക്ക് കുട്ടിക്കാലത്ത് വായിച്ചത് ഓർമ്മയുണ്ട്. ഒരാൾ ചീനി വെട്ടിയപ്പോൾ, മരിച്ചിനി ആണ്, ഇങ്ങനെ ഒരു മല പോലുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ചില നാഗങ്ങൾ, ഭൂമി നാഗങ്ങൾ, കമ്പല നാഗത്തിൻ്റെ വർഗത്തിൽപ്പെട്ട അനന്തൻ, വാസുകി, ശേഷൻ, പപ്പനമൻ, നഞ്ചം, കമ്പലൻ, ശംഖുപാലൻ, ത്രിരാക്ഷൻ, തക്ഷണ അഷ്ടനാഗങ്ങൾ ഒരു കൂമ്പാരമാണ്. ഓരോ നാഗത്തിനും ഓരോ ഇതിൽപ്പെട്ടതാണ്. അതിൽ ഈ കമ്പല നാഗവും ഭൂമിക്ക് അടിയിൽ വാസസ്ഥലം. കമ്പലൻ പരശുരാമൻ പതിച്ചു കൊടുത്തതാണ്. ഇദ്ദേഹം മൺവെട്ടി കൊണ്ട് ഈ കപ്പ വെട്ടിയപ്പോൾ
കപ്പ വെട്ടിയെടുത്തപ്പോൾ അതിൻ്റെ തലയേറ്റുപോയി. അപ്പോൾ ഇത് ഭയങ്കര വേദന തോന്നി. ഇതിനെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഒരു ജ്യോത്സ്യനെ പോയി കണ്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കുഴിച്ചിട്ടേക്കെന്ന് പറഞ്ഞു. പക്ഷെ രാത്രിയാവുമ്പം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഭാര്യ മക്കളെയും കൊണ്ട് ഇതെല്ലാം വിറ്റ് പറക്കി വയനാട്ടിലെങ്ങാണ്ട് പോയി. അവിടെ വെച്ച് നാഗം കുത്തി മരിച്ചു. ഇത് മനോരമയുടെ വലിയ സർവേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷത്തിന് മുമ്പാണ്. അപ്പോൾ ഈ നാഗത്തിനെ തൊട്ടുള്ള നിങ്ങൾ കൊല്ലരുത്, അതൊന്നും ചെയ്യില്ല. ഞാൻ ബാബാ സുരേഷ് ഇപ്പോൾ എൻ്റെ നാഗത്തിൽ എന്നെ അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ അവിടുന്ന് വാർത്തയ്ക്ക് വേണ്ടി. ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ ആ നടയിൽ ഒരു നാഗവും, അവിടെ നാഗവും ഇല്ലാത്ത സ്ഥലം ഇപ്പോഴല്ല, അന്ന് ഒരു ഭൈരവൻ എന്ന് ഞാൻ ഒരു നായും കൂടെ എൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. മുമ്പിൽ കിടക്കും നാടകം കഴിഞ്ഞു പോകുന്നത്. ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അവിടെ നാഗപ്രതിഷ്ഠയിൽ കയറി യുവന്മാരെല്ലാം നശിപ്പിച്ചല്ലോ ഈ ഒരു പിന്നെ യൂട്യൂബ് ചാനലുകാർ. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം കറണ്ട് ബില്ല് എടുക്കാൻ വന്ന അദ്ദേഹം പറഞ്ഞു ആ പടിയിൽ 2 എണ്ണം കിടപ്പുണ്ട്. പിന്നെ ഞാൻ പോയി ഇവിടുന്ന്, ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ശൗടിയിലുണ്ട്, അതിനകത്ത് മണ്ണ് കാണാൻ കിടക്കുന്നുള്ള ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷേ അവിടെ രാജശേഖരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പഴയ സുഹൃത്ത് വന്ന് താമസിച്ചു. അപ്പോൾ അവിടെ മദ്യപിക്കാനൊന്നും പാടില്ല അതിനകത്ത്. ഇദ്ദേഹം എന്തെങ്കിലും ചെയ്ത് കാണും. ഒരു ദിവസം ഒരു വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഈ സമാധി ഗുഹയുടെ മുമ്പിൽ, ഈ ശൗര്യത്തിൻ്റെ മുമ്പിൽ ഒരു ഭയങ്കര നാഗം പണം ഉയർത്തി നിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം അവിടെ നിന്ന് പോയി. ഞാനീ പറഞ്ഞു വന്നത് നാഗത്തിനെ തൊട്ടുള്ള കളി ഇത് ചെയ്യരുത്. വിവാഹം സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലും കഠിനമായ തലവേദനകൾ ഉണ്ടാകുക, സ്കിന്നിന് ഡിസീസ് ഉണ്ടാകുക, ഇതൊക്കെ തന്നെ നാഗം സംഭവിക്കുന്ന മനുഷ്യ ശരീരം 7000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പെന്ന് നമ്മളെ ശാസ്ത്രം പറഞ്ഞതുകൊണ്ട് മെഡിക്കൽ സയൻസിൻ്റെ ഇണനാഗങ്ങളെ ഇങ്ങനെ വെച്ചേക്കുന്നത്. നമുക്ക് സർപ്പമന്ത്രം ജപിക്കാം. അനന്തം വാസിയും ശേഷൻ പരാബന്ധൻ കമ്പലൻ ശങ്കുപാലം ത്രദാക്ഷൻ ദക്ഷയൻ കാളിയന്തത ഏതാനി നവനാമാനി നാഗഞ്ജമനം സായങ്കാലേ പഠിത്യം പ്രാതേകാലേ വിശേഷത തസ്യ വിഷഭയാം നാസ്തി സർവത്ര വിജയീ ഭവൽ. നിങ്ങൾ രാവിലെയും രാത്രിയും സർപ്പമന്ത്രം 8 തവണ ജപിച്ചാൽ നിങ്ങൾക്ക് സകല രോഗങ്ങളും വരും, നല്ല അനുഭവം ഉണ്ടാവും എന്നാണ്. അതിന് ഒരുപാടുണ്ട്. നാഗസ്തുതി, നാഗപരിഹാരങ്ങൾ നമ്മുടെ നാഗത്തെ ഭജിച്ചാൽ പോലും ഉണ്ടാകും. ഒരുപാട് ഈ ഞാൻ പറഞ്ഞ പോലുള്ള കഥകളല്ല, ഒരുപാട് ഉദാഹരണം. വിവാഹത്തിന് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നമ്മൾ ഈ നാഗത്തിലെ 10 പൊരുത്തം നോക്കുമ്പോൾ ഞാൻ നാഗപൊരുത്തം നോക്കാറുള്ളൂ. പൂർവ്വജന്മം നമ്മൾ എടുക്കണം. പൂർവ്വജന്മ ബന്ധം ഉണ്ടായിരുന്ന 2 പേര് തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ പൊരുത്തമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പൂർവ്വജന്മം എത്രയോ കല്യാണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജ്യോതിഷ പണ്ഡിതന്മാർ നടത്തരുത്, പൊരുത്തമൊന്നുമില്ല, അതിന് കളഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ജീവിക്കുന്നവരുണ്ട്. നമ്മളുമായിട്ട് ബന്ധമൊന്നുമില്ല, അന്ന് വന്ന് പറഞ്ഞു കൊടുത്ത് കെട്ടിക്കോളാൻ പറയും. ചില ജാതകങ്ങൾ ഒരു നിമിഷം ജീവിക്കുവാനും 9 വർഷം ജീവിച്ചാലും ഒരു യുഗം മുഴുവൻ ജീവിച്ചാലും ആ ജന്മാംശത്തിൽ ജീവിക്കുന്ന സന്തോഷം 1000 വർഷം ദുഃഖത്തോടെ ജീവിച്ചിട്ട് എന്ത് കാര്യം? ഭർത്താവ് ചവിട്ടി ചളിക്കി എടുത്ത് 10 പൊരുത്തോളം അവിടെ കളഞ്ഞിട്ട് എന്ത് കാര്യം? ഈ പറഞ്ഞവരില്ല കോടതിയിൽ 1,80,000 കേസുണ്ടെന്നാണ് പറയുന്നത്. ഈ കുടുംബ കോടതിയിൽ 1 ഗ്രാം സ്വർണ്ണത്തിന് വേണ്ടി ചീത്ത പറയുന്നവരുമൊക്കെ. ഇപ്പം നാഗപരിഹാരങ്ങൾ ചെയ്യണം. നാഗത്താലിയുണ്ട്. നാഗത്തെക്കുറിച്ചിട്ടുള്ള ഞാൻ ആകെ ധരിക്കുന്ന ഈ നാഗമോതിരമാണ്. നാഗം നമ്മളെപ്പോഴും വെള്ളിമോതിരമൊക്കെ കിട്ടും നാഗത്തിൻ്റെ. അത് പക്ഷേ കറക്റ്റായിട്ടുള്ളത് ചെയ്യണം. ഈ കടയിൽ ചെയ്ത് വെച്ചേക്കുന്നതല്ല. ഓരോരുത്തർക്കും നാഗം ധരിക്കേണ്ട നാഗമുണ്ട്. അത് ഓരോ വർഗത്തിൽപ്പെട്ടതാണ്. അത് ഏത് വർഗത്തിൽപ്പെട്ടാണ് നാഗത്തിൻ്റെയാണ് ധരിക്കേണ്ടതെന്നുള്ളതുണ്ട്. ആ തന്ത്രശാസ്ത്രത്തെ വളരെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഈ കർക്കോടകൻ എന്ന് പറയുന്ന ഒരു നാഗത്തിൻ്റെ മോതിരമുണ്ട്. സാധാരണ എല്ലാം ഇങ്ങനെ പണം ഉയർത്തി ചുറ്റി കെട്ടേണ്ടതല്ല. അതൊരു വലിയ സംഭവമാണ്. ഇപ്പോൾ ഒരാൾ വന്നാൽ അദ്ദേഹത്തിന് രോഗാവസ്ഥ, ഞാൻ എത്രയോ പേർക്ക് ഈ ബുദ്ധിമാന്ദ്യം ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ ബുദ്ധിക്ക് പഠിക്കാൻ മിടുക്കനാണ്, പക്ഷേ പഠിക്കാൻ തോന്നില്ല. അതിന് ഈ അഷ്ടനാഗങ്ങളിൽ ഏത് നാഗത്തിൻ്റെ ആണെന്ന് ചോദിച്ചിട്ട് ഒരു വെള്ളി നാഗം പടുത്തിട്ട് കൊടുത്ത് നോക്കൂ. പക്ഷെ സർപ്പമന്ത്രം കൂടെ ജപിക്കണം. നാഗം ശക്തി തന്നെയാണ്. ചില നല്ല പൊസിഷനിലിരിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് ജ്വലിച്ച് വന്നിട്ട്, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരവസ്ഥ ഞാൻ നോക്കി. ഞാൻ പൊളിറ്റിക്സ് പറയുന്ന ഒരാളല്ല. ഇത് നാഗദുരിതമാണ്. അധികാരം നഷ്ടപ്പെട്ടേ പോയും, മാനസിക ദുഃഖവും ഉണ്ടായേ പറ്റൂ, സ്ത്രീകളിൽ അപമാനവും അപഖ്യാതി ഉണ്ടായേ പറ്റൂ. ഒരു നല്ല പണ്ഡിതൻ, ഒരു ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല ഒരാളുണ്ടെങ്കിൽ അത് സംഭവിക്കില്ല. നാഗം ദുരിതമായി നിന്നാൽ ചുറ്റിക്കളയും നമ്മളെങ്ങനെ. വലിയ കഥയാണ് ഇത്. നമ്മളിതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതെല്ലാം ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഉണ്ടെന്ന് പറയുന്നതെല്ലാം തന്നെയാണ് ഇല്ല എന്ന് പറയുന്നത്. ഇല്ല എന്ന് പറയുന്നതാണ് ഇതൊക്കെ ഉള്ളത്.
അതുകൊണ്ട് ഈ അഷ്ടനാഗങ്ങളിൽ പ്രധാനപ്പെട്ടവരുടെ ഓരോടെ ശരീരപ്രകൃതി അനുസരിച്ച് മോതിരത്തിൻ്റെ കൈപ്പത്തി അനുസരിച്ച് കൈപ്പത്തി എന്നാണ് പടങ്ങളില്ലേ, ഇങ്ങനെ നാഗപ്പത്തിയാണ്. നമ്മൾ നാഗനിർമ്മിതമാണിത് കംപ്ലീറ്റ്. അത് ഒരു നാഗത്തിനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ അവിടെ ഒരു എൻ്റെ വെമ്പായത്തുള്ള എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്ത് വിനയൻ എന്നാണ് പേര്. അദ്ദേഹം ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു, സ്വാമി, ആ മറ്റേ ബ്രദറിനെ എനിക്കറിയാം, സഹോദരനെ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇങ്ങനെ നടക്കാൻ പോയപ്പം ഞാൻ ചുമ്മാ വീട്ടിൽ കയറി. അവിടെ ഒരു തരം നല്ല കായ്ക്കുണ്ട് ഉപ്പിലിടാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയപ്പം നാഗദുരിതം, നാഗത്തിൻ്റെ ദുരിതം എന്നാണ് കണ്ട ഒറ്റ എൻ്റെ അടുത്ത് കാണാൻ വന്നവരെ ഇങ്ങനെ കണ്ടാൽ ഞാൻ പറയും. ഇപ്പോൾ 21, 22 ഞാൻ മാടാം കോവിലിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ദിവസമേ ഉള്ളൂ, പക്ഷേ 96 പേരങ്ങണ്ടായി. അതുകൊണ്ട് 2 ദിവസമാക്കി. 10-200 പേരുടെ ഫലം പറയും. ഇപ്പോൾ ഇദ്ദേഹം വിനയൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ചേട്ടന് ഒരു ദിവസം വന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഇവിടെ തന്നെയാണോ താമസം? ഇവിടെ ഇതുവഴി ചേരയോ പാമ്പോ വല്ലതും പോവാ? അതുവഴി ഇതൊക്കെ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. നാഗഭൂമിയിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ്. ഒരു ദിവസത്തെ ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് നെഞ്ചുവേദന ഒന്ന് വയ്യാതായി. എവിടെ കൊണ്ടുപോയി? അത് ഇങ്ങനൊരു ഡോക്ടറെ കാണിച്ചു. ഞാൻ എങ്ങോട്ട് കൊണ്ടുപോയി? അത് ഇങ്ങനെ ആലപ്പുഴ ഭാഗത്ത്, തെക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോരുത്, അല്ല തെക്കല്ല, ഇന്ന ഭാഗത്തേക്ക്. ചിലരുടെ ഉണ്ട്, ഓരോരുത്തരുടെയും ഓരോ ഭാഗങ്ങളുണ്ട്. ഞാൻ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തെ മരണപ്പെട്ടു പോയി. നല്ല മനുഷ്യനായിരുന്നു. അത് നമുക്ക് അറിയാൻ പറ്റും മുഖഭാവത്തിൽ. ഇപ്പം എൻ്റെ കാര്യം തന്നെ. ഇപ്പം ഞാൻ ഇന്നിവിടെ വന്നിരുന്ന് ഇതൊക്കെ പറയുന്നു, നാളെ ഇവിടെ വൈകുന്നേരം 7 മണിക്ക് വന്ന് എൻ്റെ വീഡിയോ പറയുമെന്ന് വല്ല ഉറപ്പുണ്ട്? ഒരു ഉറപ്പുമില്ല. മനുഷ്യൻ്റെ ജീവിതത്തിനെ കുറിച്ച് നല്ല അധികാരത്തിൽ നല്ല പൊസിഷനിലിരിക്കുന്ന, ഇപ്പോൾ ഈ പോലീസ് ഓഫീസർമാരുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ, ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ, അദ്ദേഹം പിന്നെ കോട്ട് ഇന്നെല്ലാം ഉരി വെച്ചേ പറ്റൂ. ഒരിക്കലും പറ്റും. ഒരു നല്ല പോലീസുകാരൻ പോയാൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. കാരണം കർമ്മത്തിന് ആ സമയത്തിന് കറക്റ്റ് സമയം. ഒരുത്തൻ ട്രെയിൻ ഇടിച്ച് മരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ റെയിൽവേ ക്രോസിൽ ലൈറ്റ് കിടന്ന റെയിൽവേ ക്രോസിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടിരുന്നാലും എൻ്റെ അടിയിൽ കൂടെ കയറും. പേടി ഇടിച്ചേ പറ്റൂ. അതിനാണ് തടസ്സപ്പെടുത്തി ദൈവം, ഇല്ലേ? റെയിൽവേ ക്രോസ് കടക്കരുത്. അവിടെ റെഡ് ലൈറ്റ് കിടക്കുമ്പോഴും സ്കൂട്ടറും കൊണ്ട് വണ്ടി ആയപ്പോൾ തട്ടി ഇറങ്ങി പോയി വണ്ടി വന്ന് ഇടിച്ച് തെറിപ്പിച്ചു പോകും. അപ്പോൾ ദൈവം തടയിട്ടാലും ആ തട മറികടന്ന് പോയി അവൻ മരണം സ്വീകരിക്കും. വലിയ സംഭവമാണ്. അപ്പോൾ ഈ നാഗദുരിതത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ നാഗത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിനകത്ത് മനുഷ്യ ശരീരത്തെ പറിച്ച് അവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചും നാഗഭക്തിയോടുകൂടി മാത്രമേ, നാഗത്തിൻ്റെ ഭക്തിയുടെ തിരുനാഗേശ്വരം ക്ഷേത്രമുണ്ട് തഞ്ചാവൂർ കുംഭകോണത്തെ. 108 ശിവലിംഗത്തിൽ അഭിഷേകമുണ്ട്. ഇവിടെ നാഗർകോവിൽ, പണ്ട് നമ്മുടെ തിരുവിതാംകൂർ ആയിരുന്നപ്പോൾ ഉള്ള നാഗർകോവിൽ, ഇവിടെ മനുഷ്യ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ പോലും നമ്മുടെ നാഗർകോവിലിൻ്റെ ശക്തി അറിയാതെ നേരെ മണ്ണാർജാലിയും വെട്ടിക്കോടും ഒക്കെ പോകും. അവിടെ മരത്തിൻ്റെ ചൂട്ടിയിരിക്കണ നാഗങ്ങളുടെ മുമ്പിൽ മഞ്ഞപ്പൊടിയും പാലും വിതറി നോക്കൂ. അവിടെ പോയി പണ്ടത്തെ നമ്മുടെ പൂർവികർ താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി ആൽമര ചൂട്ടിലിരിക്കുന്ന വിഗ്രഹങ്ങളിൽ മഞ്ഞപ്പൊടിയും പാലും അഭിഷേകം നടത്തിയിട്ട് വേറെ ഏത് അമ്പലത്തിൽ പോയി, വേറെ ഏത് നാഗക്ഷേത്രത്തിലും ഫലമുള്ളൂ. പൂർവികർ അവിടെയാണ്. തിരുവിതാംകൂറിൻ്റെ ക്ഷേത്രമാണത്. ഇപ്പോൾ എൻ്റെ ചേട്ടൻ വിളിക്കും, സ്വാമി ഇങ്ങോട്ട് വരൂ, സ്വാമി ഈ ഭാഗത്തൂടെ വല്ലതും പോകുന്നുണ്ടോ, എന്താ ഒന്ന് കയറാൻ? അപ്പം ഞാൻ നല്ലവണ്ണം വഴക്ക് പറയും. എന്തിനാണ് ഞാൻ അങ്ങോട്ട് വരാറില്ല. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് എഴുതുന്നതാണ് എൻ്റെ പ്രധാന ജോലി. പിന്നെ ഞാൻ ഈ DNA വന്ന് ഇതുപോലെ മനുഷ്യൻ്റെ അനുഭവം കൂടെ പറയും. ഞാൻ ഒരു സ്ഥലത്ത് ഒരു ദിവസം വെച്ചു, ഇപ്പോൾ 2 ദിവസമാക്കി. ഇവിടെ വന്ന് അതിന് ഒരു ദിവസം നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വയ്ക്കൂ. ഞാൻ തെക്ക് ഭാഗത്ത് ഒരു പിടി മണ്ണ്, ഒരു തേങ്ങയും കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ ഫലങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഇതൊക്കെയാണ് ഇതിൻ്റെ പരിഹാരം. ബാക്കി നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യൂ. ഇതല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം മനുഷ്യൻ നമ്മളെ മനസ്സിലാക്കണം. നമ്മൾ എളുപ്പത്തിൽ എന്ത് നേടാനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ത്വരയുണ്ട്. എളുപ്പം. സ്വാമി അത് ഇതുവഴി വരുന്നുണ്ടോ? ആലപ്പുഴ വഴി വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ കോട്ടയം വഴി വരുന്നുണ്ടോ? ഇല്ല സ്വാമി എവിടെയെങ്കിലും ഒന്ന് കുറച്ച് സമയം എനിക്ക് വേണ്ടി അത് സംസാരിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവോണത്തിന് ഞാൻ പറ്റില്ല, ഒരാൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. നമ്മളൊന്ന് വെറുതെ കാണാൻ ഒന്നുമില്ല, വന്ന് എന്നോട് ഭക്ഷണം കഴിച്ചു പോയി, നല്ല ദൂരെ ട്രെയിൻ കയറി വന്നൊരാൾ. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നാഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിനകത്ത് എത്ര അധികാരത്തിലിരിക്കുന്ന, ഇപ്പം ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയത് നാഗദുരിതമാണ്. ആ നാഗദുരിതത്തിന് ഇദ്ദേഹത്തിൻ്റെ കർമ്മത്തിനും പ്രശ്നം കാണും. അപ്പോൾ ശരീരത്തിന് ഓവർ താപം ഉണ്ടാകുമ്പോൾ എന്താണ്? കാമാസക്തി വർദ്ധിക്കും. അപ്പം മന്ത്രം ജപിച്ച്, സർപ്പമന്ത്രം ജപിച്ച് ആ താപത്തെ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ ഇതൊക്കെ എല്ലാ അധികാരം പോയി. രാഹു മാങ്കൂട്ടത്തിനെ പോലെ ഒരു തേജസ്സുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് എത്താനുള്ള ഊർജ്ജസ്വനായ ഒരു ചെറുപ്പക്കാരൻ അടിയേറ്റ് തളർന്ന പാമ്പിനെ പോലെ ആയില്ലേ, നാഗത്തെ പോലെ. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ആളുണ്ടായിരുന്നു. നമ്മൾ ഊർജ്ജത്തോടെ എഴുന്നേറ്റ് സൂര്യൻ ജ്വലിച്ച് നിൽക്കുമ്പോൾ രാത്രി ഇരുട്ടുണ്ടാവുമെന്ന് സൂര്യൻ അറിയാതെ പോയതുപോലെയാണ്, ഇല്ലേ? സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോഴും വൈകുന്നേരമായ അസ്തമിച്ചേ പറ്റൂ. എന്തിനും ഒരു അസ്തമയമുണ്ട്. അസ്തമയത്ത് ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പം സൂര്യൻ്റെ താപം കുറയുകയും അസ്തമിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഉദിച്ചിരുന്ന സൂര്യൻ്റെ ചൂട് രാത്രികളിലും കാണും.
അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയും ബാക്കിയുണ്ട്, സമയം, കാലം ബാക്കിയുണ്ട്. ഇനിയെങ്കിലും സത്യത്തിൻ്റെ നേർവചനത്തിന് സർപ്പമന്ത്രങ്ങൾ ജപിക്കുകയും നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ട ഊർജ്ജം, ആ ഊർജ്ജം തിരിച്ചെടുക്കാനുള്ള മന്ത്രങ്ങൾ ജപിക്കുക, സർപ്പമന്ത്രങ്ങൾ ജപിക്കുകയും സത്കർമ്മങ്ങൾ ചെയ്യുക. താൻ ഏത് കർമ്മത്തിലൂടെയാണോ യാത്ര ചെയ്യുന്നത്, ആ കർമ്മത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കർമ്മത്തിനകത്ത് സത്യം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ധർമ്മം, നീതി, ഇതൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ, ജനപ്രതിനിധികൾക്ക് വേണ്ടതാണ്. അവർക്കൊന്നുമില്ല. ഇവിടെ പിന്നീടൊക്കെ ഞാൻ ഇവിടെ കാണുന്നതാണ് ഓരോന്ന്. അതുപോട്ടെ, അതൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള സമീപനത്തിന്, സ്ത്രീകളോടുള്ള ബന്ധത്തിന് അതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. അത് മനുഷ്യൻ്റെ നിയമമല്ല, ദൈവത്തിൻ്റെ നിയമങ്ങളുണ്ട്. ഒരു ഉപാസകൻ എങ്ങനെയായിരിക്കണം, ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയായിരിക്കണം, ഒരു ഡോക്ടർ എങ്ങനെയായിരിക്കും. ഈ അടുത്ത കാലത്ത് വന്നൊരു പെൺകുട്ടി, ഒരു നേഴ്സാണ്. അവർ എന്നോട് സ്വാമി ജോലി എന്നും മാറിക്കിട്ടു. ഞാൻ എന്താണ്, അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ഡോക്ടർ, ഞാൻ ഞെട്ടിപ്പോയി, വലിയ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ രീതികൾ, വലിയ പ്രായമായ മനുഷ്യനാണ്, പറയുമ്പോൾ വലിയ ഡോക്ടറാണ്. ആ ഡോക്ടർ ഇല്ലെങ്കിൽ ഈ ആശുപത്രിക്ക് ഒരു വിലവില്ല, ഒരു നിലനിൽപ്പില്ല. ഈ ഡോക്ടറുടെ വരുമാനം ആശുപത്രിക്കുള്ളത്. എല്ലാ നേഴ്സുമാർക്കും ഒക്കെ അറിയാം ഇദ്ദേഹത്തിൻ്റെ ഈ നേച്ചർ. എന്തൊരു കഷ്ടമാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ ഒരൊറ്റ ഡോക്ടറെ കുറിച്ച് തന്നെ എന്തുമാത്രം ആൾക്കാരെ എൻ്റെ പെൺകുട്ടികളെ ബന്ധപ്പെട്ട്, കാരണം അവരുടെ ജീവിത മാർഗമല്ലേ. ഈ ഡോക്ടർ പോയാൽ മാനേജ്മെൻറ്റ് പറയും, ആ ഡോക്ടർ അത് അദ്ദേഹം അങ്ങനെയാണൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്ന്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. ഈ പെൺകുട്ടികൾ, വീട്ടിൽ ഭർത്താവ്, മക്കൾ, മതാലസയുടെ ശരീരം തോന്നിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ഈ ഡോക്ടറുടെ ചില ചെയ്തികളും ഡോക്ടറെ പെരുമാറ്റ രീതികളും സഹിക്കാൻ പറ്റില്ല. അവർ സഹിക്കുകയാണ് പറയുന്നത്. പുച്ഛമായിരിക്കും ഇവരോടൊക്കെ. നിനക്ക് ഒരു പെണ്ണിനോട് ഇഷ്ടമുണ്ട്, പെണ്ണിന് നിനക്കോട് ഇഷ്ടമുണ്ട്, ആയിക്കോട്ടെ. ഇത് ഒന്നാലോചിക്കും. വാർദ്ധക്യത്തിൽ അവസ്ഥയിൽ നിൽക്കുന്ന പ്രശസ്തനായ ഒരു സജ്ജനാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ജോലിക്ക് നിവൃത്തിയില്ലാതെ ജീവിതമാർഗം ഭർത്താവിനെ സ്നേഹിക്കുന്ന, ജോലി ചെയ്യുന്ന ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ കാണിക്കുന്ന, ഞാനിത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോകുമ്പോൾ നാഗത്തിൽ നിന്നൊക്കെ മാറി വന്നു. ഡോക്ടർമാർ നാഗാനുകൂലമാണ്, നാഗത്തിന് പ്രീതിയുള്ളവരും ആയിരിക്കണം. ഇല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനകാലം അവരൊക്കെ പോകണമെങ്കിൽ നാഗം തന്നെ വരും, നെഞ്ചത്ത് ഇങ്ങനെ പണം ഉയർത്തി നിൽക്കും, ആടും. കൈതട്ടിക്കളയണ ഒരുപാട് ഡോക്ടർമാരെ എനിക്കറിയാം. പണം ഒരുപാടുണ്ട്, മക്കളില്ല, കൂടെ ഭാര്യയില്ല, കുടുംബാംഗങ്ങളില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്ന് അയ്യോ നാഗം വരുന്നുണ്ട്, ഇത് പാമ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കണ ഒരുപാട് പേരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരു ഡോക്ടർ അങ്ങോട്ടിരിക്കുമെന്ന് പറയുമ്പോൾ ഒരു പേഷ്യൻ്റ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അവരെ ശുശ്രൂഷിക്കുമ്പോൾ ഇതൊക്കെ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പല്ല് ഡോക്ടറെ കുറിച്ച് പറഞ്ഞു, അടിക്കുക അവൻ്റെ ചെവുപ്പല്ല് പറിച്ചില്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ. ഒരു ഗതികെട്ട മനുഷ്യരെ, അവർക്കൊരു നല്ല ശരീരം ഉണ്ടായി, പല്ല് പറിക്കാൻ പോയതാണ്. വേറെ വല്ല പെൺകുട്ടികളാണെങ്കിൽ അവൻ്റെ പല്ലടിച്ച് പറിച്ചനെ. ഞാൻ പറഞ്ഞു പോട്ടെ, ഈ നമ്മൾ നാടങ്ങനെ ആയിപ്പോയി. ഇവരൊരു വിധവയാണ്. അങ്ങനെ വിധവയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരിടത്ത് പല്ല് പറിക്കാൻ പോയതാണ്. നമ്മളിത് പറഞ്ഞു പോകണ ജാമീത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ജീവിക്കണമെന്ന് പറയരുതെന്ന്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത്, ആ കർമ്മത്തിൻ്റെ സത്യസന്ധത, അതിൻ്റെ സുതാര്യത എന്നാൽ മാത്രം കൊണ്ടിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നാഗത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതും, നാഗം നമ്മുടെ ജീവിതത്തിനൊരു ഭാഗമാണ്. നാഗം നിങ്ങളുടെ പുരയിടത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും നിങ്ങളുടെ കിടക്കയിൽ പ്രത്യക്ഷപ്പെട്ടാലും അതിനെ അടിച്ചു കൊല്ലാൻ നിൽക്കരുത്. അതിനെ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുത്താതെ ഇറങ്ങി പൊക്കോളൂ. അത് വന്നു പോകുന്നത് പല തരത്തിലുള്ള നാഗങ്ങളുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കാനാണ് വന്ന് എനിക്കൊരു അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു അമ്മ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കും. വിളക്ക് വയ്ക്കുമ്പോൾ അവർ വിളക്ക് വയ്ക്കാൻ ചെന്നപ്പോൾ വിളക്ക് വയ്ക്കുന്ന സ്ഥലത്തൊരു നാഗം പടവേറി നിൽക്കുന്ന കണ്ടു. അവരുടെ മകന് പട്ടാളത്തിലെങ്ങാണ്ടായിരുന്നു. ആ നാഗസാന്നിധ്യം കണ്ട് അവരിങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചു, അയ്യോ എൻ്റെ മുമ്പിൽ വന്നല്ലോ, എനിക്ക് ഒരു തുള്ളി പാല് പോലും തരാനുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് മറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത്. ആ അമ്മ പറഞ്ഞ കാവിൽ അത് സാന്നിധ്യമായിട്ട് എത്രയും കാലം വിളക്ക് വെച്ചതിൻ്റെ സാന്നിധ്യമായിട്ട് നമ്മുടെ നഗ്നനേത്രങ്ങളാൽ മുമ്പിൽ സാന്നിധ്യ ശക്തിയായിട്ട് നിൽക്കുന്നതാണ് നാഗങ്ങൾ. നമ്മുടെ ഹൈന്ദവതയിലുള്ള എല്ലാ നാഗങ്ങളുടെയും എല്ലാ ദൈവിക സങ്കല്പങ്ങളുടെയും പിന്നിൽ നാഗം ഇങ്ങനെ ശക്തിയായിട്ട് നിൽക്കും. അതെന്താണ് നമ്മളെ സൂചിപ്പിക്കുന്നത്? ദൈവികമായ ശക്തി ഉണ്ടെങ്കിൽ പോലും നാഗത്തിൻ്റെ ശക്തി വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് നാഗങ്ങളെ സംരക്ഷിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഈ ബാബാ സുരേഷിനെ ഇപ്പം രാജാമനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കുളിപ്പിച്ച് കിടത്തിയിട്ടൊക്കെയാണ് വന്നത്. ഇപ്പോൾ എൻ്റെ അവിടെ 2 നാഗങ്ങളുണ്ട്. എപ്പോഴെങ്കിലും ബാബാ സുരേഷിനെ ഞാൻ കാന്തല്ലൂരൊന്ന് കൊണ്ടുപോകണം. കാന്തല്ലൂർ ഡെഫിനറ്റായിട്ട് വന്നാൽ ആ നാഗങ്ങൾ അവിടെ പ്രത്യക്ഷത്തിലുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.